ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈ രീതിയിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് ഇതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി അരിഞ്ഞിടുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. ഈ വഴുതനയ്ക്ക് ഒരു കറയുണ്ടല്ലോ, ഈ കറ പോകണമെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ, കറയൊക്കെ നന്നായിട്ട് ഇളകി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിടാം. വാളംപുളിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയൊരു സവോള ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഇച്ചിരി തേങ്ങ വേണം. നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് ഇട്ട് എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, എണ്ണ പോലും ഒഴിച്ചിട്ടില്ല. ഈ രീതിയായി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോൾ ഇതേപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന വലിയുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി ഇങ്ങ് വന്നു വെച്ചാൽ മതി കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല ഇതും കൂടി എല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന 2-3 പ്രാവശ്യം കഴുകി എടുക്കണം വഴുതനങ്ങ. ആ വഴുതനങ്ങ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേകാനായിട്ട് മൂടി വെക്കാം. ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നേച്ചാൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.